ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ഓണം എക്സാമിൻ്റെ +2 ഓണം എക്സാമിൻ്റെ ടൈം ടേബിൾ പബ്ലിഷ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയണ കാര്യം തന്നെയാണ്. ആൻഡ് നമ്മുടെ എക്കണോമിക്സിൻ്റെ ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 19th രാവിലെയാണ് നമ്മുടെ എക്കണോമിക്സിൻ്റെ എക്സാം വരാനായിട്ട് പോകുന്നത്. ആൻഡ് നിങ്ങൾ ഓണം എക്സാമിന് എക്കണോമിക്സിൽ നിന്ന് പഠിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ പോർഷൻസ് എന്ന് പറയുന്നത് അല്ലേ. യെസ്, ദാറ്റ് ഇസ് എന്താണ് നമ്മുടെ മൈക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ്, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ലാസ്റ്റ് വൺ ആണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് 80 മാർക്സിനുള്ള ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, 80 മാർക്സിനാണ് കേട്ടോ. 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ, 80 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ആൻഡ് നമ്മുടെ മൈക്രോ എക്കണോമിക്സിൽ തന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാവുന്ന കാര്യമേ ഉള്ളൂ, നമ്മുടെ ഓണം എക്സാമിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ, ഏറ്റവും കൂടുതൽ മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററും നമ്മുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത, നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ആണ് മിസ് ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ബ്രീഫായിട്ടായിരിക്കും പറഞ്ഞു തരിക, കാരണം നമ്മൾ ഓൾറെഡി ലൈവ് സെഷനിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് 3 പാർട്സ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഏറ്റവും കൂടുതൽ മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ് നമ്മുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ആൻഡ് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിരുന്ന് കാണുക, കാരണം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ ഭാഗമാണ് എന്നുള്ള കാര്യം മനസ്സിലാവും. ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആണ് യൂട്ടിലിറ്റി. ഓക്കെ, യൂട്ടിലിറ്റി അറിയാലോ, വോൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി അല്ലേ. ഒരു കമ്മോഡിറ്റിക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക, ഇപ്പം ഞാൻ നല്ല ക്ഷീണിച്ച് വരും, അപ്പോൾ എനിക്ക് വെള്ളം വേണം. അപ്പോൾ ആ വെള്ളത്തിന് എന്ത് പവറുണ്ട്? എൻ്റെ ദാഹം മാറ്റാനുള്ള പവറുണ്ട്. അതാണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ യൂട്ടിലിറ്റി പഠിക്കണം. പിന്നെന്താ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് നമ്മൾ പഠിക്കണം. പിന്നെന്താ ബഡ്ജറ്റ് ലൈൻ്റെ പ്രോബ്ലംസ്, 8 മാർക്സിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആണ് എന്ത്, ബഡ്ജറ്റ് ലൈൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നുള്ളതാണ് എന്ത്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അല്ലേ. 5 മാർക്സിന് ചിലപ്പോൾ 8 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് അടുത്താണ് എന്ത്, ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, മസ്റ്റായിട്ടും പഠിക്കേണ്ട കാര്യമാണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതിൻ്റെ ടൈപ്സ് നിങ്ങൾ പഠിക്കണം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതിൻ്റെ പ്രോബ്ലം. ഓക്കെ, അതിൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് 5 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്ത്, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ ഗുഡ്. ഓക്കെ, 2 മാർക്സിന് സ്ഥിരം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് എന്തൊക്കെയുണ്ട്, നമുക്ക് കാർഡിനൽ യൂട്ടിലിറ്റിയും ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ഓർഡിനൽ യൂട്ടിലിറ്റിയും ഉണ്ട് അല്ലേ. കാർഡിനൽ യൂട്ടിലിറ്റിയും ഉണ്ട്, ഓർഡിനൽ യൂട്ടിലിറ്റിയും ഉണ്ട്. കാർഡിനൽ യൂട്ടിലിറ്റി നമുക്ക് എന്താണ് നമ്പേഴ്സിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ യൂട്ടിലിറ്റിയും ഉണ്ട്, മാർജിനൽ യൂട്ടിലിറ്റിയും ഉണ്ട്. ഓക്കെ, ഓർഡിനൽ യൂട്ടിലിറ്റി എന്താണ്, നമുക്കൊന്നെങ്കിൽ റാങ്ക് ചെയ്യാം അല്ലെങ്കിൽ അതിനെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ടാണ് സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് എന്താണെന്നറിയാലോ, നമുക്ക് ആ ഒരു കർവിൽ, നമ്മൾ ആ ഒരു ഗ്രാഫിൽ നമ്മൾ ഏത് ബണ്ടിൽ ചൂസ് ചെയ്താലും നമുക്ക് എന്താണ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇൻഡിഫറൻസ് കർവിന് 4 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ 4 പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് പറയാം കേട്ടോ. ചിലപ്പോൾ പ്രോപ്പർട്ടീസ് എന്നായിരിക്കും ചോദിക്കും. ഓക്കെ, യെസ്, ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 3 മാർക്സിന് ചോദിക്കാം, ചിലപ്പോൾ 4 മാർക്സിന് ചോദിക്കാം, ചിലപ്പോൾ 8 മാർക്സിൽ എ പാർട്ടിൽ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു. ഓക്കെ, നോക്കിയേ, ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് എന്ത് പോകുന്നത്, നമ്മുടെ ഇൻഡിഫറൻസ് കർവ് പോകുന്നത്. ഓക്കെ, ആൻഡ് എന്താണ് ഇത്, എന്ത് ഷേപ്പാണ്, കോൺവെക്സ് ഷേപ്പിലാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് ഇരിക്കുന്നത്. ഓക്കെ, 2 എണ്ണമായി. പിന്നെ എന്താണ്, ഹയർ ഇൻഡിഫറൻസ് കർവ് ഗിവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ. ഒരു ഗ്രാഫിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ അല്ലെ, ഒരു കൺസ്യൂമറിന് കുറേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ്, ഒന്നിൽ കൂടുതൽ ഇൻഡിഫറൻസ് കർവും ഉണ്ടാവും. അപ്പോൾ എന്താണ്, ഇപ്പം ഫസ്റ്റ് ഈ ഇൻഡിഫറൻസ് കർവ് തരുന്നതിന് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അടുത്ത ഇൻഡിഫറൻസ് കർവ് തരുന്നത് അല്ലേ. ദാറ്റ് ഈസ് എന്താണ്, IC1 ഗ്രേറ്റർ ദാൻ IC2 ഗ്രേറ്റർ ദാൻ IC3 അല്ലേ, അങ്ങനെ അങ്ങ് പോകും അല്ലേ. ആൻഡ് നോക്കിയേ, 2 ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല. 2 ഇൻഡിഫറൻസ് കർവ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ, ഒരിക്കലും അത് 2 കൂട്ടിമുട്ടത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ആണ് നിങ്ങളുടെ എന്താണ്, നമ്മുടെ ബഡ്ജറ്റ് ലൈൻ്റെ പ്രോബ്ലംസ് അല്ലേ. ഈ 4 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. 8 മാർക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ ആണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ, ദാറ്റ് ഇസ് P1x1 + P2x2 = M. പിന്നെയാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, അതായത് എന്താണ്, നമ്മുടെ കംപ്ലീറ്റ് ഇൻകം യൂസ് ചെയ്തിട്ട് ഗുഡ് വൺ മാത്രം മേടിക്കുകയാണെങ്കിലുള്ള സിറ്റുവേഷൻ ആണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, ദാറ്റ് ഇസ് M/P1. ഓക്കെ, ഇനി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, നമ്മുടെ കംപ്ലീറ്റ് ഇൻകം യൂസ് ചെയ്ത് നമ്മൾ ഗുഡ് 2 മാത്രമാണ് മേടിക്കുന്നത്, ദാറ്റ് ഇസ് എന്താണ്, നമ്മുടെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് = M/P2. ഓക്കെ, ഇനി മറ്റൊരു സംഭവമാണ് എന്ത്, സ്ലോപ്പ് എന്ന് പറയുന്നത് -P1 / P2. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ്,
നെഗറ്റീവ് സൈൻ ഇടാൻ മറക്കരുത്. മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മാർക്ക് അവിടെ കംപ്ലീറ്റ് ആയിട്ട് പോകും. പിന്നെ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനായിട്ടും കൂടി നിങ്ങൾ പഠിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്ത്, നമ്മുടെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. 5 മാർക്സിന് എന്തായാലും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ എന്താണ് 8 മാർക്സിന് ചോദിക്കും. എ പാർട്ടിൽ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് ചോദിക്കും. ബി പാർട്ടിൽ എന്താണ് എക്സ്പ്ലെയിൻ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം വിത്ത് ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എന്ന് പറയും. ഈ ഡയഗ്രാം മസ്റ്റായിട്ടും പഠിക്കുക. എന്താണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിഫറൻസ് കർവും അതേപോലെ ബഡ്ജറ്റ് ലൈനും ടാൻജന്റ് ആവുന്ന പോയിന്റ്, കൂട്ടിമുട്ടുന്ന പോയിന്റ്, കൺസ്യൂമറിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പോയിന്റാണ് എന്ത്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഇതിന്റെ മറ്റൊരു പേരാണ് എന്ത്, ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, എക്സ്പ്ലെയിൻ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ വിത്ത് ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അപ്പോൾ എനിക്കിതൊന്നും അറിയത്തില്ല എന്ന് വിചാരിച്ചിരിക്കരുത്. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം തന്നെയാണ് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ എന്ന് പറയുന്നത്. ഗ്രാഫും പഠിക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വന്നാണ് എന്ത്, ഡിമാൻഡ് എന്താണെന്നുള്ള കാര്യം പഠിക്കുക. ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് മസ്റ്റായിട്ടും പഠിക്കേണ്ടതാണ്. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നത്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് ആണ് അല്ലെ. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അല്ലെ. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് അവിടെ നോക്കിയാൽ മതി അല്ലെ. വെൻ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ്, വെൻ പ്രൈസ് ഡിക്രീസസ് ഡിമാൻഡ് ഇൻക്രീസസ് അല്ലെ. വെൻ അതർ തിങ്സ് റിമൈൻ കോൺസ്റ്റന്റ്, ബാക്കി കാര്യങ്ങളൊക്കെ ഈക്വൽ ആയിട്ടുള്ള സീറോ ആയിട്ടുള്ള കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുമെന്നുള്ളത്. ഓക്കെ, ഇനി പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്താ 2 ടൈപ്സ് ഓഫ് ഗുഡ്സ് ഉണ്ട്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് കോംപ്ലിമെന്ററി ഗുഡ്സും ഉണ്ട്. ഇൻകം ഓഫ് ദി കൺസ്യൂമറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് അവിടെ നമുക്ക് നോർമൽ ഗുഡ്സും ഉണ്ട്, അതേപോലെ ഇൻഫീരിയർ ഗുഡ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 കേസും നിങ്ങൾ പഠിക്കുക. കാരണം ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും വാട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എക്സ്പ്ലെയിൻ വിത്ത് 1 എക്സാമ്പിൾ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഗുഡ്സ് ചോദിക്കും, അല്ലെങ്കിൽ നോർമൽ ഗുഡ്സ് ചോദിക്കും, അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സ് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൻ്റെ കേസ് നമുക്കറിയാം എന്താണ്, കൺസ്യൂമറിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കൂടുതലാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡും കൂടുതലായിരിക്കും. കൺസ്യൂമറിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കുറവാണെങ്കിൽ ഡിമാൻഡും കുറവായിരിക്കും. ഓക്കെ, അതാണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡിൽ പഠിക്കാനായിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിറ്റി. നമുക്ക് 5 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിറ്റി ആണുള്ളത്. ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്, ആൻഡ് എന്താണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ എന്താണ് ED ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, ആ ഗ്രാഫും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ED ഈക്വൽ ടു 1. അതായത് എന്താണ്, ഡിമാൻഡും പ്രൈസും എന്താണ്, പ്രൈസ് എത്ര മാറുന്നോ അതിനനുസരിച്ച് ഡിമാൻഡും മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, മറ്റടുത്ത നമ്മുടെ ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ എന്താണ് പ്രൈസ് മാറുന്നതിൻ്റെ അത്ര ഒന്നും എന്താണ് ഡിമാൻഡ് മാറണില്ല. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് മാറുന്നതിലും കൂടുതലായിട്ട് പ്രൈസ് മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്താണ്, ഇൻഫിനിറ്റി ആണ്, ED ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ് അവിടെ വരുന്നത്. ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് നോക്കിയാലോ, ED ഈക്വൽ ടു 0 ആണ് അവിടെ വരുന്നത്. പ്രൈസിൽ എത്ര വേണേൽ മാറ്റം വന്നോട്ടെ, ഡിമാൻഡിന് യാതൊരു കുലുക്കം ഉണ്ടാകത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതും പഠിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ഇതിൻ്റെ പ്രോബ്ലംസ് അല്ലെ, പ്രൈസ് ഇലാസ്റ്റിറ്റിയുടെ പ്രോബ്ലംസ്, മെത്തേഡ്സ്. നമുക്ക് 4 മെത്തേഡ്സ് ആണ്. പെർസെൻറ്റേജ് മെത്തേഡ് ഉണ്ട്, മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിറ്റി യൂസിങ് അലോങ് എ ലീനിയർ ഡിമാൻഡ് കർവ് ഉണ്ട്, ജിയോമെട്രിക് മെഷർ ഓഫ് ഇലാസ്റ്റിറ്റി ഉണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾ ഏറ്റവും മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ടത്, ക്വസ്റ്റ്യൻസും വരുന്നത് പെർസെൻറ്റേജ് മെത്തേഡിൽ നിന്ന് മാത്രമാണ്. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, നമുക്കറിയാം ΔQ/Δp ഇൻറ്റു P/Q. ഓക്കെ, ΔQ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ആണ്, ΔP എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രൈസ് ആണ്, വെറും P എന്ന് വെച്ചാൽ ഇനീഷ്യൽ പ്രൈസ് ആണ്, വെറും Q എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇനീഷ്യൽ ക്വാണ്ടിറ്റി ആണ് അല്ലേ. ഇതിൻ്റെ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഒരു സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, ΔQ/Δp ഇൻറ്റു P/Q. യെസ്, ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് വൺ ആണ് നമ്മുടെ എന്താണ്, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ ഗുഡ് എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴും സ്ഥിരം നിങ്ങളുടെ അടുത്ത് എന്താണ് 2 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഒരു 4 പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് പഠിക്കുക. എന്താണ് നേച്ചർ ഓഫ് ദി ഗുഡ്സ്, അവൈലബിലിറ്റി ഓഫ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്, പ്രപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ ദി ഗുഡ്സ്, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, പ്രൈസ് ഓഫ് ദി ഗുഡ്, ടൈം പീരീഡ്. നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും 4 or 3 എണ്ണം പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് പറയുന്നത്. മസ്റ്റായിട്ട് ഇത് പഠിച്ചിട്ട് പോവുക. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്, സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇരിക്കുക, മസ്റ്റായിട്ടും പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ വീഡിയോസോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.